ബാലുചേട്ടനുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ ഇപ്പൊ പറഞ്ഞു ഫ്രണ്ട്ഷിപ്പ് ആണ്, എന്നാലും ത്രൂ ഔട്ട് കൂട്ടത്തിൽ ഓടാനും ബാലുചേട്ടൻ സിജു ബ്രോ പ്രാക്ടീസ് ചെയ്ത് വന്ന് ഓടിയതാണെങ്കിൽ ബാലു ഒരു പ്രാക്ടീസും ഇല്ലാതെ വന്ന് ഓടി പ്രാക്ടീസ് ആയതാ. പാവം രാവിലെ തന്നെ ഒരു ദിവസം രാത്രി വേറെ ഷൂട്ടിന് വന്നു, അവൻ ഓടി ദിവസം പുള്ളി ഒരു വേറെ ലൊക്കേഷനിൽ നിന്നാണ് നമ്മൾ ലൊക്കേഷനിലേക്ക് വരുന്നത്. രാത്രി ഇവിടെ എത്തി. ഞങ്ങൾ അപ്പോഴേക്കും മുടി കളറിംഗ് പരിപാടി ഉണ്ടായിരുന്നു. വെളുപ്പിന് 1 മണി വരെയും ഉറക്കാതെ മുടി കളറിംഗ് കിടന്ന് ഉറങ്ങിയത്. 6 മണി ആയപ്പോ ഷൂട്ടിൽ വന്നു. ഷൂട്ട് വന്നപ്പോ ബ്രോ നസ്ബ്രോ ഞാൻ റെഡി. ഏതാ ഷോട്ട് എന്താ ഫസ്റ്റ് സീനാണ്, ഞങ്ങൾ പരിചയമാവുന്ന ആ സീനാ, ഫസ്റ്റ് ഷോട്ടാ. ഒന്നുമില്ല ബ്രോ, സിമ്പിൾ ആയിട്ട് ഓടിയാ മതി. അങ്ങനെ ഓടിച്ചു. പിന്നെ എല്ലാ ലൊക്കേഷനിൽ പോയാലും നസ്ബ്രോ ഞാൻ ഓടല്ലേ, അത് ഓടിക്കൂ ഇതായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ ഭയങ്കര അതെ അതെ ബാലുവിന്റെ ഒരു വ്യത്യസ്തമായ കഥാപാത്രമായിരിക്കും. കാരണം ഏതൊരു സുഹൃത്തും ഇങ്ങനത്തെ ഒരു സുഹൃത്ത് ഉണ്ടാവാൻ നമ്മൾ ആഗ്രഹിക്കും. നമ്മൾ പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കൂടെ കട്ടക്ക് നിന്ന് നമുക്കൊപ്പം ഏത് സിറ്റുവേഷനും ഫേസ് ചെയ്യാൻ തയ്യാറാവുന്ന ഒരു സുഹൃത്ത്. അത് നമ്മൾ ആ സിനിമ കഴിയുമ്പോൾ നമുക്കും തോന്നും, അയ്യോ എനിക്ക് ഇങ്ങനെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നെങ്കിലെന്ന്. സിജറിനായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു? ബാലുവായിട്ട് ഏകദേശം തേർഡ് വേൾഡ് ബോയ്സ് എന്നുള്ള ഒരു സിനിമയാണ് ചെയ്തത്. 2013 ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരുമിച്ച് അഭിനയിക്കുന്നത്. ഏകദേശം ഒരു 12 വർഷം അത്രത്തോളമായി ഒരുമിച്ച് അഭിനയിച്ചിട്ട്. അപ്പം നമ്മളന്ന് ഒരുമിച്ച് അഭിനയിച്ചാണ്. അപ്പോൾ അതിൽ ബാസി ഉണ്ടായിരുന്നു, സൗബിൻ ഉണ്ടായിരുന്നു, ഷൈൻ, സുധി കോപ്പ, ഇവരെല്ലാവരും തന്നെ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. അപ്പം അന്ന് തൊട്ടേ നമ്മൾ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരുമിച്ച് അഭിനയിച്ചില്ലെങ്കിലും നമ്മളെപ്പോഴും ഫോണിലും ഇതിലൊക്കെ കാണുമ്പോഴൊക്കെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ഈസിയായിരുന്നു. നമ്മൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഓൾറെഡി കമ്മിറ്റഡ് ആയി എന്നുള്ള അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ സംസാരം നടക്കുന്നുണ്ട്. പിന്നെ വന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ജെല്ലായി പരിപാടികൾ സ്മൂത്തായിട്ട് പോയത്.